എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് സീരിയസായ എന്നാൽ പലരും ഉള്ളിലൊതുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ കുടുംബം എന്നു പറയുന്നത് ഒരു വിശുദ്ധമായ ഒന്നായാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, കുടുംബം എന്നു പറഞ്ഞാൽ ജീവനാണ്, ചോരബന്ധം കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾ എന്തുകൊണ്ടാണ് സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മൊത്തം കുടുംബത്തിൽ നിന്നോ കംപ്ലീറ്റായി അകന്നു മാറാൻ തീരുമാനിക്കുന്നത്? ഒരാൾ തന്റെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ ഉടനെ വരും കുറ്റപ്പെടുത്തലുകൾ, അവൻ നന്ദിയില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവൾക്കിപ്പോൾ പണം വന്നപ്പോൾ അഹങ്കാരമായി. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നറിയുമോ? ആരും സന്തോഷത്തോടെ സ്വന്തം വീട് വിട്ടിറങ്ങാറില്ല. ചോരബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഒരാൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ അനുഭവിച്ച മാനസിക വിഷമം അത്രത്തോളം വലുതായിരിക്കും. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നത്? നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. 1. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഇതിനാണോ എന്ന് ചോദിക്കുന്നത് പലർക്കും ഒരു ആയുധമാണ്. കുട്ടികളുടെ സ്വപ്നങ്ങളേക്കാൾ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന മാതാപിതാക്കൾ. 2. ടോക്സിക് എൻവയോൺമെന്റ്. ചില കുടുംബങ്ങളിൽ എപ്പോഴും വഴക്കോ മാനസികമായ പീഡനങ്ങളോ ആയിരിക്കും. ഒരു സമാധാനവും കിട്ടില്ല. 3. വ്യക്തിസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം. സ്വന്തം ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിലോ കരിയർ തിരഞ്ഞെടുക്കുന്നതിലോ ഒട്ടും സ്വാതന്ത്ര്യം തരാതിരിക്കുക. 4. നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എന്തു ചെയ്താലും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കേണ്ടിവരിക. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കില്ല, നേരെ ജഡ്ജി ചെയ്യാൻ തുടങ്ങും. അമ്മയല്ലേടാ, അച്ഛനല്ലേടാ, അവർ എന്തു ചെയ്താലും നീ സഹിക്കണം എന്ന് പറയും. ശരിയാണ്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകാം. പക്ഷേ ചിലപ്പോഴൊക്കെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഭയങ്കര ടോക്സിക്കായിരിക്കും. വർഷങ്ങളോളം ഇങ്ങനെയുള്ള മാനസിക വിഷമം അനുഭവിച്ച് അവസാനം ഡിപ്രഷന്റെ വക്കിലെത്തുമ്പോഴാണ് പലരും സ്വന്തം മെന്റൽ പീസിനു വേണ്ടി മാറി താമസിക്കാനോ ബന്ധങ്ങൾ കുറയ്ക്കാനോ തീരുമാനിക്കുന്നത്. അത് അവരുടെ സ്വാർത്ഥതയല്ല, മറിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു അതിജീവനമാണ്. ഇവിടെയാണ് ബൗണ്ടറീസ് അല്ലെങ്കിൽ അതിർവരമ്പുകളുടെ പ്രാധാന്യം. നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്നതിനർത്ഥം അവർ പറയുന്നത് എല്ലാം കണ്ണടച്ചനുസരിക്കണം എന്നല്ല. പലരും കുടുംബത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് അവരെ വെറുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാർ ചോദിക്കും, അമ്മയല്ലേ 2 അടി അടിച്ചാലെന്താ, അച്ഛനല്ലേ 4 ചീത്ത പറഞ്ഞാലെന്താ എന്ന്. ആ സ്നേഹം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. ഞാനീ പറയുന്നത് കുടുംബബന്ധങ്ങളൊക്കെ മോശമാണ് എന്നല്ല. നല്ല കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും അനുഭവം ഒരേപോലെ ആയിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും അവരുടെ കുടുംബവുമായി അകന്നു കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റയടിക്ക് മോശക്കാർ എന്ന് മുദ്രകുത്തരുത്. അവരുടെ ഭാഗത്ത് എന്ത് വലിയ വേദനയുണ്ടായിട്ടായിരിക്കും അവർ ആ ചോരബന്ധം പോലും വേണ്ടെന്ന് വെച്ചത് എന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന കുറ്റബോധമാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം അവരെ എപ്പോഴും വേട്ടയാടും. സത്യത്തിൽ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ 2 ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകണം. മക്കൾ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ ആ ബന്ധം ഒരിക്കലും സമാധാനപരമാകില്ല. മാതാപിതാക്കളും മക്കളുടെ വ്യക്തിത്വത്തെയും അവരുടെ തീരുമാനങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കണം. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരാളാണെങ്കിൽ, അത് നിങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയാണെങ്കിൽ അതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ മറ്റൊരാളെയാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ കുടുംബങ്ങളും പുറത്തു കാണുന്നതുപോലെ സുന്ദരമായിരിക്കില്ല. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.